ഗുഡ് ഈവനിങ് ഗായ്സ്. നമുക്കിന്ന് ഒരു കടലക്കറിയുടെ ഡീറ്റെയിൽ റെസിപ്പി നോക്കിയാലോ. ആവശ്യത്തിന് കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്, സവോള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്. ശേഷം കടലയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ഇപ്പം നമുക്ക് കുക്കറിലാണ് വെക്കുന്നത്. നമ്മൾ ഇവിടുത്തെ കടലയുടെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു 8 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ കടലയാണ്. അതിനുശേഷം നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു ലേശം വെള്ളം ചേർത്ത് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കി വെക്കുന്നു. നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ വെച്ച് അതിൽ 1 സ്പൂൺ കടുക് പൊട്ടിക്കുന്നു. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പച്ചപ്പ് മാറി ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒരു കറിവേപ്പില ആഡ് ചെയ്യുന്നു. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിടുന്നു. നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് കൊടുത്താൽ കരിഞ്ഞ് പിടിക്കും. അതിലേക്ക് നമ്മൾ ആ ബോൾ പോലെ ആക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ആക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഡയറക്റ്റ് പൊടി ഇടുകയാണെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകും, കരിഞ്ഞ് പുകയൊക്കെ വരും. ഇങ്ങനെ ഒരു ലേശം വെള്ളം ചേർത്ത് ബോൾ പോലെ ആക്കി വെച്ച് ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കത്തില്ല. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. കരിഞ്ഞു പിടിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ഇതിനകത്ത് കുറച്ച് കട്ടയുണ്ട്, അതാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി അത് ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നന്നായി ഇളക്കുക. മസാല ഈവനായിട്ട് ചേർക്കുക. ഈവനായിട്ട് വരുന്നത് പോലെ നന്നായി ഇളക്കുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് ഇളക്കുക. അടി പിടിക്കരുത്, അതിനാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് സെറ്റാകാൻ വേണ്ടി വയ്ക്കുക. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് മസാലയുടെ. അതിനുശേഷം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിൾ കടലക്കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഈവനിങ്.